السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അല്ലാഹുവിൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഉദാര്യം കൊണ്ട്, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിനം പോലും മുടങ്ങാതെ 6-7 മാസങ്ങളായിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ കരുണക്കടലായ പടച്ചുറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അദനല്ലാഹു ലിശൈഇൻ മാ അദിന ലിനബിയ്യിൻ ഹസനി സൗതി യതഗന്ന ബിൽ ഖുർആൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പരിശുദ്ധ ഖുർആൻ നല്ല ശബ്ദത്തിൽ ഓതുന്ന ഒരു നബിയുടെ ശബ്ദം അല്ലാഹു ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ മറ്റൊരു കാര്യത്തെയും അല്ലാഹു തആല ശ്രദ്ധിച്ച് കേൾക്കുന്നതല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ നല്ല ശബ്ദത്തിൽ ഓതുന്ന ഒരു നബിയുടെ ശബ്ദം അല്ലാഹു ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ മറ്റൊരു കാര്യവും അല്ലാഹു തആല ശ്രദ്ധിച്ച് കേൾക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പരിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതും നല്ല ശബ്ദത്തിൽ പാരായണം ചെയ്യുക. പരിശുദ്ധമായ ഖുർആൻ നല്ല രീതിയിൽ ഓതുന്നവർ മനോഹരമായ രീതിയിൽ, പടച്ചവനെ, മക്കത്തും മദീനത്തൊക്കെ ഇങ്ങനെ ഓതുന്ന നമ്മൾ കേൾക്കാറുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ നല്ല ശബ്ദത്തിൽ, നല്ല ഈണത്തിൽ, നല്ല ശൈലിയിൽ അൽഹംദുലില്ലാ മനുഷ്യന്റെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നല്ല ശബ്ദത്തിൽ ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് അല്ലാഹു ശ്രദ്ധിച്ചു കേൾക്കും, അതുപോലെ വേറെ ഒന്നും അല്ലാഹു കേൾക്കില്ല എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും ഫഇന്ന സൗതൽ ഹസന യസീദുൽ ഖുർആന ഹുസ്നൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബർറാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നല്ല ശബ്ദം കൊണ്ട് ഖുർആനിനെ നിങ്ങൾ അലങ്കരിക്കുക. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നല്ല ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിനെ അലങ്കരിക്കുക. കാരണം നല്ല ശബ്ദം ഖുർആൻ ഷരീഫിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ അലങ്കരിക്കേണ്ടത് അത് മനോഹരമായ രീതിയിൽ നല്ല ശബ്ദത്തിൽ പാരായണം ചെയ്യുമ്പോഴാണ്. അതിന് സൗന്ദര്യം വല്ലാതെ കൂടും അങ്ങനെ ഓതുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല ശബ്ദമെന്ന് ഓർക്കുമ്പോൾ ചിലരുടെയൊക്കെ ഖുർആൻ പാരായണങ്ങൾ കേട്ടാലും മടിപിടിച്ച് മനസ്സില്ല മനസ്സോടെ ആ ഖുർആനിന് നൽകേണ്ട സ്ഥാനവും മഹത്വവും പവിത്രതയും നൽകാതെ പാരായണം ചെയ്യുക. പക്ഷെ ചിലർ പടച്ചവനെ കേൾക്കാൻ ശബ്ദമൊന്നും ഇല്ലെങ്കിലും വലിയ രാഗമൊന്നുമില്ലെങ്കിലും അൽഹംദുലില്ലാ വളരെ ഖൗഫോടെ തവാദുവോടെ അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു സമാധാനം, ഒരു വല്ലാത്ത ഒരു ഖുർആനുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകുന്നു. ആ ഖുർആനിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്കത് പഠിപ്പിച്ചത്. അൻ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ ജാഹിറു ബിൽ ഖുർആനി കൽ ജാഹിരി ബിസ്സദഖതി വൽ മുസിറു ബിൽ ഖുർആനി കൽ മുസിറു ബിസ്സദഖതി. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ഖുർആൻ ഉറക്ക ഓതുന്നവൻ പരസ്യമായി സദഖ ചെയ്യുന്നവനെ പോലെയും ഖുർആൻ പതുക്കെ ഓതുന്നവൻ രഹസ്യമായി സദഖ ചെയ്യുന്നവനെ പോലെയുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് ഖുർആനിൻ്റെ ശബ്ദം താഴ്ത്തി ഓതുന്നതിൻ്റെ മഹത്വമാണ് നാം മനസ്സിലാക്കുന്നത്. പതുക്കെ ഓതൽ ശ്രേഷ്ഠമാകുന്നത് ലോകമാന്യതയ്ക്കോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നുമില്ല. കാരണം ഖുർആൻ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ പാരായണം ചെയ്തു, ഞാൻ വലിയ ഓത്തുകാരനാണ്, ഞാൻ ഖുർആൻ നല്ല മനോഹരമായി ഓതുന്നവനാണ് എന്ന് ജനങ്ങൾ കേൾക്കാൻ വേണ്ടി, അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുന്നവനെ പോലും ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ചിലരൊക്കെ പള്ളിക്കകത്ത് ക്ഷീണത്തിൽ ഒന്ന് കിടക്കുകയും അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് വലിച്ചു ഖുർആൻ ഓതിയിട്ട്, കാരണം അവർ ബുദ്ധിമുട്ടിക്കോ പ്രയാസപ്പെടുത്തലോ അല്ല,
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ വളരെ ശബ്ദം താഴ്ത്തിയിട്ട് ഓതുന്നവരുമുണ്ട്, വലിയ ശബ്ദത്തിൽ ഓതുന്നവരുമുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല ശബ്ദം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരസ്യമായി സദക്ക ചെയ്യുന്നവനെ പോലെയാണ് ഖുർആൻ ഷരീഫ് ഉറക്ക ഓതുന്നവർ. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പതുക്കെ ഓതുന്നവർ അത് രഹസ്യമായി സദക്ക ചെയ്യുന്നത് പോലെയാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഉറക്ക ഓതൽ മറ്റുള്ളവർക്ക് ഖുർആൻ ഓതുന്നതിനൊരു പ്രേരണയാകുന്ന രീതിയിലാണെങ്കിൽ, ഒരാൾ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മനോഹരമായ ശബ്ദത്തിൽ ഇങ്ങനെ ഓതുമ്പോൾ ആ ഖുർആൻ ഇങ്ങനെ കേൾക്കുകയും മറ്റുള്ളവർക്ക് അത് ഓതുന്നതിന് വേണ്ടി ഒരു മനസ്സുണ്ടാവുകയും ചെയ്താൽ ആ മനുഷ്യൻ അവിടെ ഉറക്ക തന്നെ ഓതണം. എന്നാൽ ചില സമയത്ത് ഖുർആൻ അത് വലിച്ചു ഓതുന്നതിലൂടെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പള്ളിയിൽ കിടന്നൊന്ന് ഉറങ്ങുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ പതുക്കെ ഓതലാണ് നല്ലത്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന പ്രതിഫലവും അതിന്റെ മഹത്വവുമാണ് നാം ഈ ഹദീസിലൂടെ പഠിക്കുന്നത്.